ആദ്യം പോകുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലേക്കാണ്. ഇവിടെ പുറം ലോകത്തിന് അത്ര പരിചയമില്ലാത്ത ഒരു പാറക്കൂട്ടമുണ്ട്. എണ്ണപ്പനത്തോട്ടത്തിനും കാടിനും നടുവിലുള്ള കൊങ്കൈപ്പാറയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് AV ജയശങ്കർ. ഇന്നത്തെ യാത്ര കൊളത്തൂപ്പുഴയ്ക്കടുത്തുള്ള കടമാൻകോട്ടിലെ കൊങ്കൈപ്പാറയിലേക്കാണ്. ഇതത്ര ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ എന്തൊക്കെയുണ്ടെന്നാണ് നമ്മുടെ കൂടെയുള്ള റോഹിച്ചേട്ടൻ പറയുന്നത്. പുള്ളിയാണ് ഇന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് പോയിട്ട് വരാം. ചേട്ടാ പോവാം, വണ്ടി എടുക്കും. ഇതാണ് നേരത്തെ പറഞ്ഞ കൊങ്കൈപ്പാറ. പാറയുടെ അടിവാരത്താണ് നമ്മളുള്ളത്. ഇനി ഞാനും റോഹിത് ചേട്ടനും കൂടി അങ്ങ് പാറയുടെ മുകളിൽ കയറി നോക്കുകയാണ്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും അറിയണ്ടേ. നടന്ന് കൊങ്കൈപ്പാറയ്ക്ക് മുകളിലെത്തിയിരിക്കുകയാണ്. കയറാൻ കുറച്ച് പാടൊക്കെ ആയിരുന്നു, പക്ഷേ കാടിനും എണ്ണപ്പനത്തോട്ടത്തിനും ഇടയിലാണ് ഈ കൊങ്കൈപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മൊത്തത്തിൽ മനോഹരമായൊരു സ്ഥലമാണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടൊന്നു വരാം. ശിവപുരം കുന്നിന് സമീപത്തായി വനമേഖലയോടും എണ്ണപ്പനത്തോട്ടങ്ങളോടും ചേർന്നാണ് കൊങ്കൈപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പാറയ്ക്ക് മുകളിൽ കയറിയാൽ തല ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ആകാശനീലിമയും എണ്ണപ്പനത്തോട്ടങ്ങളും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റേറ്റ് നട്ടുച്ച സമയത്ത് പോലും ഇവിടെ ഇരിക്കാം. കൊങ്കൈപ്പാറയ്ക്ക് ജഡായിപ്പാറയുമായി ബന്ധമുണ്ടെന്നും രാമായണത്തിൽ സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ ഇതുവഴിയാണ് തേര് തെളിയിച്ചതെന്നും തേരിന്റെ ചക്രമുരുണ്ട പാടുകൾ ഇന്നും ഇവിടെ കാണാമെന്നുമാണ് നാട്ടുകാരായ ആദിവാസികളുടെ വിശ്വാസം. കൊങ്കൈപ്പാറയ്ക്ക് സീതപ്പാറ എന്നൊരു പേര് കൂടിയുണ്ട്. വിശ്വാസങ്ങൾക്കപ്പുറം പ്രകൃതിയെ തഴുകി കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് ഇവിടം. ശിവൻ പാർവതി ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വേട്ടയ്ക്ക് പോയ സമയത്ത് വിശ്രമ കേന്ദ്രമായിട്ട് ഇരുന്നിട്ടുള്ള ഒരു പാറയാണ്. ജഡായി പാറയെപ്പോലുള്ള ഒരു പാറയാണ്. ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒഴിവ് ദിവസങ്ങളിൽ പുറത്തുള്ള ആൾക്കാർ ശരിക്കും ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വലിയ ടൂറിസം സാധ്യതകളുള്ള പ്രദേശത്തെ അധികാരികൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. കൊങ്കൈപ്പാറയെ എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ടൂറിസ്റ്റിൻ്റെ വികസനമൊന്നും ഇവിടെ വന്നിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഫോറസ്റ്റുകാരുമായിട്ടൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ അധികൃതർ ഇതേവരെ തയ്യാറാവുന്നില്ല. ഇനി ഇങ്ങോട്ടേക്ക് എങ്ങനെ വരണമെന്നല്ലേ പറഞ്ഞു തരാം. കൊട്ടാരക്കരയിൽ നിന്നും ആയൂർ അഞ്ചൽ വഴി ഏഴംകുളം ജംഗ്ഷനിൽ നിന്ന് കാനനപ്പാതയിലൂടെ 5 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. പിന്നെ തെറ്റിയാൽ പേടിക്കേണ്ട, നാട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പ്രദേശം അത്ര പോപ്പുലർ അല്ലാത്തത് കൊണ്ട് ബോർഡൊന്നും കാണാൻ ഒരു വഴിയുമില്ല. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണ്. നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്.
തെന്നി വീഴാതിരുന്നാൽ നല്ലത്. മഴക്കാലമാണ്, സ്വയം ജാഗ്രത പുലർത്തുക. അത്യാവശ്യം വഴുക്കലൊക്കെയുള്ള സ്ഥലമാണ്. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു സ്ഥലവുമായി മറ്റ് കാഴ്ചകളുമായി വീണ്ടും വരാം. ക്യാമറമാൻ അനന്തു ബി നായർക്കും ലാലിനും റോയ്ക്കുമൊപ്പം AV ജയശങ്കർ, 24 കൊട്ടാരക്കര. അപ്പോൾ കൊങ്കൈപ്പാറ അത്ര എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരു സ്ഥലമല്ല. ചോദിച്ച് പോവുക, അതാണ്. അങ്ങനെ വഴി ബോർഡുകളൊന്നും സൂചകങ്ങളൊന്നും ഇല്ലാത്തൊരിടമായിരിക്കാമെന്ന് തന്നെ ജയശങ്കർ പറയുന്നുണ്ട്. പിന്നെ വഴിക്ക് വിടാൻ സൂക്ഷിക്കുക, എങ്കിലും അവിടുത്തെ കാറ്റും ആ പച്ചപ്പും ഒക്കെ ആസ്വദിച്ച് തന്നെ വരിക.